ആമയിഴഞ്ചന്തോട്ടിൽ മരിച്ച ജോയിയുടെ അമ്മയാണ് ഞാൻ. അവൻ ജീവിക്കുമ്പോഴൊക്കെയും പലവട്ടം എന്നോട് പറയുമായിരുന്നു, അമ്മയ്ക്ക് റോഡിൻ്റെ കരയിൽ ഒരു വീട് വെച്ച് തരും, അമ്മ ഇനി മല കയറണ്ടെന്ന്. തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി മാലിന്യത്തിൽ കുടുങ്ങി ജോയി മരിച്ചിട്ട് ഒരു വർഷങ്ങൾ പിന്നിടുകയാണ്. കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങി ജോയി മാലിന്യത്തിൽപ്പെട്ട് മരിച്ചുപോയത്. അതിനുശേഷം ഈ ജോയിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തമായിട്ട് കയറി കിടക്കാൻ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീട് വേണമെന്നുള്ളതായിരുന്നു. ജോയിയുടെ വീട് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. ഒട്ടും സൗകര്യമില്ലാത്തവരും വീടെന്ന് പോലും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു വഴി പോലും ഇല്ലാത്തൊരു ചെറിയൊരു കൂര മാത്രമായിരുന്നു. ജോയി മരിച്ച് ഒരു വർഷം പിന്നിടുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ജോയിയുടെ അമ്മ മെൽഹിക്ക് ഒരു വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഇന്നാണ് ആ വീടിന്റെ പാലുകാച്ച്. ജോയിയുടെ ഏറ്റവും വലിയ ആഗ്രഹം കയറിക്കിടക്കാൻ തനിക്കും അമ്മയ്ക്കും സുരക്ഷിതമായിട്ടുള്ള ഒരു വീട് വേണം എന്നുള്ളതായിരുന്നു. ആ വീട് തിരുവനന്തപുരം കോർപ്പറേഷൻ 10 ലക്ഷം രൂപ മുതൽ മുടക്കി ആ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട്. ആ വീടിന്റെ പാലുകാച്ച് അടക്കമുള്ള ചടങ്ങുകൾ ഇന്നാണ്. ആരും ഒന്നിനും പകരമാകില്ല എങ്കിൽ പോലും ജോയിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അമ്മയ്ക്ക് കയറിക്കിടക്കാൻ ഒരു കൂര എന്നുള്ള ഒരു വീട് എന്നുള്ളതായിരുന്നു. ആ വീട് സ്വന്തമാക്കുകയാണ് അല്ലേ? അതെ. എന്താണ് അമ്മയ്ക്ക് ഈ ഒരു സമയത്ത് എന്താണ് പറയാൻ തോന്നുന്നത്? എനിക്ക് ആമയിഴഞ്ചന്തോട്ടിൽ മരിച്ച ജോയിയുടെ അമ്മയാണ് ഞാൻ. എന്നെ അവനാണ് പോറ്റി പുലർത്തി വന്നത്. ഞാനും അവനുമാണ് ഒരു വീട്ടിൽ താമസിച്ചത്. എന്നാൽ അവൻ ജീവിക്കുമ്പോഴൊക്കെയും പലവട്ടം എന്നോട് പറയുമായിരുന്നു, അമ്മയ്ക്ക് റോഡിൻ്റെ കരയിൽ ഒരു വീട് വെച്ച് തരും, അമ്മ ഇനി മല കയറണ്ടെന്ന്. എന്നാൽ അവൻ ജീവനോടിരുന്നപ്പോൾ ഒന്നും സാധിച്ചില്ല. അവനിൽ കൂടെ മരണപ്പെട്ടപ്പോൾ ഇതെല്ലാം വന്നു കിട്ടി. എന്നാൽ മേയർ MLA വീട് വസ്തു കണ്ടെത്തുകയും മേയർ വീട് വെച്ച് തരാമെന്ന്, നല്ലൊരു വീട് വെച്ച് കൊടുക്കണമെന്ന് എല്ലാവരോട് അപ്പോഴും തന്നെ പറഞ്ഞായിരുന്നു. അതിന് തവണ അവരെല്ലാവരും കൂടി ചേർന്ന് എനിക്കൊരു നല്ലൊരു ഭവനം പണിത് തന്നു. നമുക്ക് അതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ടെന്നറിയാം. ജോയി ഇല്ല എങ്കിൽ പോലും നമുക്ക് ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കൂടി കാണേണ്ടതായിട്ടുണ്ട്. അമ്മയ്ക്ക് അകത്തേക്ക് വരാം. ഇതിനകത്ത് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. 2 മുറി, അടുക്കള, ഹാള്, സിറ്റ് ഔട്ട് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീടാണ്. തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഈ വീട് പണിത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ ആരൊക്കെയായിരിക്കും താമസിക്കുക? അമ്മ മാത്രമായിരിക്കും ഇനി ഇവിടെ താമസിക്കാൻ ഞാനും എൻ്റെ മകനും കുറേ ദിവസം ഇവിടെ കാണും. പിന്നെ അവർക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും ഇവിടെ വന്ന് എന്നോട് പാർക്കും. അവർ ഓരോരോ കുടുംബങ്ങളാണ്, അവർക്ക് മക്കളും കുടുംബം എല്ലാം ഉള്ളത്. അതുകൊണ്ട് എന്നും ഇവിടെ വന്ന് നിൽക്കാൻ അവരെക്കൊണ്ട് കഴിയുകയില്ല. സമയം കിട്ടുമ്പോഴൊക്കെയും അവർ എന്നോട് വന്ന് പാർക്കുകയും ചെയ്യും. വലിയ വിഷമമുണ്ട്. ആമയിഴഞ്ചാൻ തോടിൻ്റെ അവസ്ഥയൊന്നും മാറിയിട്ടൊന്നുമില്ല. വീണ്ടും പഴയ പോലൊക്കെ തന്നെയാണ് ആമയിഴഞ്ചാൻ തോട്. ജോയി കേരളത്തിൻ്റെ ഒരു തീരാ നോവാണ്. അപ്പോൾ ആ ജോയിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇന്നിപ്പോൾ സാക്ഷാത്കരിക്കുന്നത്, ഒരു സ്വന്തമായിട്ട് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു വീട് അല്ലേ? അതെ. അവൻ ഈ മാലിന്യത്തിൽ പെട്ടെങ്കിൽ ഇനിയെങ്കിലും അവൻ ആ മാലിന്യം കുറച്ച് മാറിയെങ്കിൽ നാട് നന്നാവുമായിരുന്നു. എന്നാൽ അവൻ ഈ മാലിന്യത്തിൽ പെട്ട് തന്നെ നാട്ടിന് വേണ്ടിയാണ് അവൻ മരിച്ചത്. എന്നാൽ അതിൽ കൂടെ ഒരു ഭവനം എനിക്ക് നൽകി തന്നു. എന്നാൽ സന്തോഷമുണ്ട്, എങ്കിലും ഒരു വശത്ത് ദുഃഖവുമുണ്ട്. ഞാൻ കയറി പാർക്കുമ്പോൾ ഈ ഭവനത്തിൽ പാർക്കുവാൻ അവൻ ഇല്ല എന്നുള്ള ഒരു വിഷമം ഇപ്പോഴും എനിക്കുണ്ട്. വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ സങ്കടമുണ്ടെന്നറിയാം, വിഷമിക്കേണ്ടതില്ല. എന്തായാലും ജോയിയുടെ ആഗ്രഹമാണ് സാക്ഷാത്കരിക്കുന്നത്, സ്വന്തമായിട്ട് ഏറ്റവും സുരക്ഷിതമായിട്ടൊരു വീട്. അപ്പോൾ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. എത്ര സന്തോഷിച്ചാലും ആ ദുഃഖം നമ്മളെ വിട്ടു മാറുക സാധ്യമല്ല. എന്നാൽ ഇതെല്ലാം പണിത് തന്ന മേയർക്കും MLAയ്ക്കും ഗവർണർക്കും മന്ത്രിക്കും പഞ്ചായത്ത് പ്രസിഡൻറ്റിനും ജില്ലാ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്തിനും എല്ലാം അവർ നൽകിയെങ്കിലും ഈ ഭവനം നല്ല രീതിയിൽ എന്നുള്ള കോൺട്രാക്ട് പണിത് തന്നു. ഞാൻ വിചാരിക്കാത്ത വിധത്തിൽ അവർ എനിക്ക് നല്ല പണിയായി നല്ല വിശാലതയിൽ ചെയ്തു. അവരെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്നാൽ കോർപ്പറേഷൻ ഫയർഫോഴ്സുകാർ എൻ്റെ മകൻ്റെ ശരീരത്തെ കണ്ടെത്തി തന്നു. അവർക്ക് ഒരുപാട് നന്ദി പറയുന്നു. സന്തോഷത്തിലും വലിയ ദുഃഖം ആ അമ്മയുടെ മനസ്സിലും മുഖത്തും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജോയി ഇല്ല എന്നുള്ള വിഷമമാണ് പറയുന്നത്. സുരക്ഷിതമായിട്ടുള്ള വീടായിട്ടുണ്ട്. ആ വീട്ടിൽ ഈ അമ്മ മാത്രമായിരിക്കും ഇനി താമസം.
ഈ വീട് ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ജോയി സമൂഹത്തിന് വേണ്ടിയാണ് മരിച്ചത്. ഈ മാലിന്യമൊക്കെ ഇത്തരം ഇടങ്ങളിൽ തോടുകളിലേക്കൊന്നും വലിച്ചെറിയാതെ അത് കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ആളുകൾ ചെയ്യണം. മാലിന്യമാണ് ജോയിയുടെ ജീവൻ കവർന്നത്. അത് ഇനി ഇങ്ങനെ മാലിന്യമൊന്നും വലിച്ചെറിയരുത് എന്ന് ഉള്ളൊരാവശ്യം അല്ലെങ്കിൽ അങ്ങനൊരു കാര്യം കൂടിയാണ് ജോയിയുടെ അമ്മ മെൽഹി പറയുന്നത്. ഏതായാലും ആ മെൽഹിക്ക് കയറിക്കിടക്കാൻ സുരക്ഷിതമായിട്ടുള്ള വീടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പണി കഴിപ്പിച്ച് നൽകിയത്. തിരുവനന്തപുരം മാരായമുട്ടത്ത് നിന്ന് കണ്ണൻ തിരുമലയ്ക്കൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.